ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ചത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ തന്നെ കൂട്ടുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കണ്ടേ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയപ്പോൾ നമ്മളിന്ന് ഒരു നല്ലൊരു ചിക്കൻ കറിയും നെയ്ച്ചോറും നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ നല്ല കുറുകിയ ചിക്കൻ മുളകിട്ട കറിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരക്കാത്ത കറിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു 3/4 കിലോ ഇറച്ചി ഉണ്ടാവും. ബാക്കി ഞാൻ പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ മുളക് ഇടാമെന്ന് വിചാരിച്ച് കാണ്ട് ഞാനിതാ നന്നായി മസാലയൊക്കെ കുഴച്ച് വെച്ച് കാണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ചെറുനാരങ്ങയൊക്കെ പിഞ്ഞാണ്ട് കുറച്ച് സമയത്ത് എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇതാ നമ്മൾ ആ ഒറ്റക്ക് കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ഞാൻ മസാല ഉണ്ടാക്കി വെച്ചതാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പിന്നെ കുരുമുളകും മുളക് പൊടിയും ഉലുവയും ഒക്കെ ഇട്ടുകാണ്ട് പൊടിച്ച് വെച്ചതാണ്. അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇട്ടുകാണ്ടാണ് ഞാൻ മസാല കുഴച്ചുകാണ്ട് വെച്ചിട്ടുണ്ടത്. അപ്പോൾ അതൊറ്റയ്ക്ക് നമ്മൾ കുക്കറിലിട്ടുകാണ്ട് ഒന്നുണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളേക്കുള്ള ഉള്ളി മസാലകളൊക്കെ ഉണ്ടാക്കുന്നത് നോക്കി നല്ല കുറുകിയ കറിയാണ് കേട്ടോ. 2-3 നേരമൊക്കെ നമുക്ക് ഉച്ചക്കും രാത്രിയും പിറ്റേന്ന് രാവിലെയൊക്കെ കൂട്ടാനുള്ള കറി ഉണ്ടാവും ഇങ്ങനെ കുറുകിയ കറി വെക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ടിപ്പുകളും ട്രിക്കുകളൊക്കെയാണ് ഇട്ടത്. അപ്പോൾ കുരുമുളകുണ്ട്, ഏലക്കായ്, കറാമ്പൂക്ക്, പട്ട ഇതെല്ലാം കൂടി നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് മൂത്തതിൻ്റെ ശേഷം നമ്മൾ ഒരു 4 വലിയ ഉള്ളി ഞാൻ വല്ലാതെ ചെറുതാക്കാതെ മുറിച്ചുകാണ്ട് വെച്ചിക്കണം കേട്ടോ. ഇങ്ങനെ കഷ്ണാക്കി വെച്ചതാണ്. അപ്പോൾ അത് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞയ്ക്ക് നമുക്ക് ഈ ഉള്ളി കണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി എനിക്ക് തൊലിക്കാൻ നേരം ചെയ്യാത്തതുകൊണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടില്ല. പിന്നെ അതിക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു 2 വലുപ്പമുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ തൈര് കൂട്ടുന്നുണ്ട്, ചെറുനാരങ്ങ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പുളിപ്പ് മതി. അപ്പോൾ അതിന് ഞാൻ വലിയ 2 തക്കാളിയാണ് അത് ഇട്ട് കൊടുത്തുകാണ്ട് നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടുകാണ്ട് ഒന്നുണ്ട് അടിച്ചെടുക്കട്ടെ. അപ്പോൾ അത് നല്ലൊരു കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ കറിയാണ്. അത്യാവശ്യം ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി. നമുക്ക് കുട്ടികളൊക്കെ ഉള്ള വീടാവുമ്പോൾ നല്ല കറിയൊക്കെ വേണ്ട. അപ്പോൾ അതിനനുസരിച്ചുള്ള കറിയൊക്കെ ഉണ്ടാവുന്ന ഒരു കറിയാണ്. അപ്പോൾ അതാ നമ്മൾ ആ ചട്ടി തന്നെ ഒന്ന് നല്ല കഴുകിയതിന് ശേഷം അതിക്ക് നമുക്കിനി നല്ല ഒന്ന് മൂപ്പിച്ചിന ഒരു വല്യുള്ളി വേണം കേട്ടോ. അപ്പോൾ ഒരു വല്യുള്ളി ചെറുതാക്കി അരിഞ്ഞാണ്ട് അതൊന്ന് നല്ല ചോന്നിട്ട് മൂപ്പിക്കണം. അപ്പോൾ അതിക്ക് ലേസം കറിവേപ്പില ഇട്ടുകാണ്ട് നമുക്ക് ഇങ്ങോട്ട് കോരി വെക്കാം. അത് ലാസ്റ്റ് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മളാണ്ട് കോരിയെടുത്ത് ഇനി നമ്മളിനി ഈ അരപ്പ് തീക്കണ്ട് ഒഴിച്ച് കൊടുക്കട്ടോ. അരപ്പ് നല്ല അരിഞ്ഞിക്കണേ. അപ്പോൾ അരപ്പുണ്ട് തീക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എനിക്ക് എരിവും ഇതൊക്കെ കുറവാണെന്ന് തോന്നിയപ്പോൾ ലേസം കാശ്മീരി മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ കളറില്ല കേട്ടോ. കളറില്ലാത്തത് നമ്മൾ ഇതിക്കുള്ള ഉള്ളികളൊക്കെ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി നല്ല ചുവപ്പ് വേണമെന്നുള്ളവർക്ക് ലേസം ഫുഡ് കളറ് കലക്കി കൊടുത്താൽ മതി. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഇടാൻ പറ്റുള്ളൂ, അല്ലാതെ എരിവ് കൂടുതലേക്കാരം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റിയായ കറിയാണ്. അപ്പോൾ ഇതാ നമ്മളതിക്ക് പച്ചമുളക് പൊളിച്ചിട്ടൊന്നുമില്ല, ടച്ചിൽക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് തൈര് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തൈരും കൂട്ടി കൊടുത്ത് അപ്പോൾ അതൊന്ന് തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിനി വേവിച്ച് വെച്ച ഇറച്ചിണ്ടല്ലോ ചിക്കന് അത് തീക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അതൊന്നായിട്ട് തീക്കണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ വേവൊക്കെ കുക്കറിൽ കഴിഞ്ഞിക്കണേ. അപ്പം ഇനി ഇതൊന്ന് 1-2 തിളക്കം തളിച്ചാൽ മതി. അതൊന്നും സെറ്റാക്കാനുള്ള പണിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് ലേസം ചൂടുവെള്ളം അതിക്കനുസരിച്ച് നമുക്ക് ഗ്രേവി എത്രക്ക് വേണോ അത്രക്കനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ലേശം പുളിപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങയും കൂടി ഇതിക്ക് പിഞ്ഞ് പാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യക്ക് ഞാൻ ചിക്കൻ കുഴച്ച് വെച്ചപ്പോൾ അതിലൊരു ചെറുനാരങ്ങ പിഞ്ഞിക്കണേ. അപ്പോൾ 2 ചെറുനാരങ്ങൻ്റെ നീര് തീ കഴിക്കണേ. അത്യാവശ്യം എരിവും ഒക്കെ ഉള്ളതുകൊണ്ടാട്ടോ ചെറുനാരങ്ങ ചേരുന്നത്. അപ്പം മഴക്കാലമൊക്കെ ആയപ്പോൾ നല്ല കറിക്കൊക്കെ നല്ല ചിലവുണ്ടല്ലോ, എല്ലാ വീട്ടിലും ഉണ്ടാവും ഇക്കാരം. പിന്നെ ഞാൻ ഒരു 2 നെയ്ച്ചോറ്റും കൈതൻ്റെ അതിട്ട് കൊടുത്തിക്കണേ. ഒരു ഓലിട്ട് കൊടുത്തിക്കണേ. പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ ആദ്യക്ക് കോരിച്ച വലിയുള്ളി ഉണ്ടല്ലോ വറുത്ത് കോരിയ. അപ്പോൾ അതിട്ടുകാണ്ട് അസലായിട്ടാണ് മൂടി വെക്കട്ടെ. ഇനി അതവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചോറ് വെക്കാൻ പോവുകയാണ്. നെയ്ച്ചോറാണ് വെക്കാൻ പോണത്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് ഇട്ടതുകൊണ്ട് വല്ലാതൊന്നും കാണിക്കണം ചേട്ടാ. അപ്പോൾ സാധാരണ പോലെ തന്നെ ഒരു വലിയുള്ളിയും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടി ഇട്ടുകാണ്ട് ഒന്ന് നന്നായി മൂപ്പിച്ചാണ്. അപ്പോൾ ഇതാ നമ്മൾ അതിക്കുള്ള വെള്ളമായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെക്കുമ്പോൾ കുറച്ച് വെള്ളം അധികം പാരുട്ടാ.
അപ്പോൾ ഇത് നല്ല ഉണങ്ങിയ അരിയാണ്. നമ്മൾ അരി വായിലിട്ട് കണ്ടൊന്ന് കടിച്ച് നോക്കണം. അപ്പോൾ നല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു പാത്രത്തിന് 2 പാത്രമല്ല 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നാൽ നമുക്ക് ഈ നെയ്ച്ചോറ് രാത്രിയൊക്കെ ആയാലും ഒന്നും ആ നെയ്ച്ചോറിന് ഒരു തിരക്കടും ഉണ്ടാവില്ല കേട്ടോ. മറ്റേ രാത്രിയൊക്കെ ആകുമ്പോൾ നെയ്ച്ചോറ് ഇങ്ങനെ കല്ലിച്ച് വരലേക്കാരം, ഒരു ഉണങ്ങിയ മാതിരി വരലേക്കാരം, ആ കുഴപ്പം ഇതിനുണ്ടാവില്ല. അപ്പോൾ ഇനി വായിലിട്ട് കണ്ടൊന്ന് കടിച്ച് നോക്കുക. അപ്പം ഭയങ്കര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലേ നെയ്ച്ചോറ് രസം ഉണ്ടാവുള്ളൂ. അപ്പം ഉപ്പ് നല്ല നമ്മളൊന്ന് നാമിൽ വെച്ച് നോക്കണം വെള്ളം. അപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നിയാൽ ലേശം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരി ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിരിക്കണേ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ അരി നല്ല ഉറപ്പുള്ള അരിയാണ്, ഉണങ്ങിയ അരിയാണ്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം കൂടുതൽ വെച്ചും ചെയ്തത്. അപ്പോൾ നമ്മളെ നെയ്ച്ചോറ്റും കൈതൻ്റെ ആ വാലി ഒന്നുകൂടി ഇതിലും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റിൻ്റെ അടുത്തില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നെയ്ച്ചോറ്റിന് ക്യാരറ്റ് രസമുള്ള. അപ്പോൾ നമ്മളെ കറി ഇതങ്ങനെ ഇന്നിപ്പോൾ ചൂടാറിനനുസരിച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലായിട്ട് വെക്കേണ്ടത്. ഇത് നെയ്ച്ചോറ് മന്തിയൊക്കെ വെക്കണ കുക്കറാണ്. ഇതിൽ വെച്ചാൽ തന്നെ അധികം ഒരു ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ നല്ല നെയ്യും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊന്ന് ഇളക്കി കാണാൻ സെറ്റാക്കുക. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒരുപാട് വട്ടം നെയ്ച്ചോറ് വെച്ചതാണ്. നമ്മളെ നെയ്ച്ചോറ് നല്ല ടേസ്റ്റാട്ടാ. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നെയ്ച്ചോറ് വെക്കും. നെയ്ച്ചോറ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൊണ്ട് ഇട്ട് കൊടുത്ത്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു പിന്നെ മാറ്റമൊക്കെ നല്ലതല്ലേ. എല്ലാവർക്കും ഒരു മീൻ തന്നെ കൂട്ടുമ്പോൾ ഒന്ന് മാറ്റി പിടിക്കണമല്ലോ അല്ലേ. അപ്പോൾ വെള്ളിയാഴ്ച ഇപ്പോൾ കാക്ക പറയും വെള്ളിയാഴ്ച അല്ല ഒന്ന് മാറ്റി പിടിക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആക്കുണ്ടാണ്. അപ്പോൾ ഓരോരുത്തർ ചോറ് തിന്നാനൊക്കെ വരുന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇപ്പോൾ റെഡി ആക്കണേ. അപ്പോൾ അതൊക്കെ വിളമ്പുകയാണ്. അപ്പോൾ നമ്മൾ കറി റെഡി ആക്കണേ. എല്ലാവരും ഇങ്ങനെ ഈ കറിയൊന്നും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല കട്ടിയുള്ള കുറുങ്ങനുള്ള കറിയാണ്. കളർ ഇങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ചുവപ്പ് കളർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.